ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒന്നാം ടെസ്റ്റ് അവസാനിച്ചു. ഇംഗ്ലണ്ട് 5 വിക്കറ്റിൻ്റെ ആധികാരിക വിജയം നേടി. വളരെ മികച്ച ബാറ്റിംഗ് പെർഫോമൻസുകളാണ് ഇന്ത്യൻ ടീമിൽ നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത്. 2 ഇന്നിങ്സിലുമായി 5 സെഞ്ചുറിയും ഒന്നാം ഇന്നിങ്സ് ലീഡും നേടിയ ഇന്ത്യക്ക് എന്ത് പറ്റി? എന്തുകൊണ്ട് വിജയത്തിലെത്താൻ സാധിച്ചില്ല? അങ്ങനെ ഒന്നാം ടെസ്റ്റിൽ തോറ്റ ഇന്ത്യൻ ടീമിന് രവിശാസ്ത്രിയുടെ വക ഒരു വാണിംഗ്, ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്. യാതൊരു കാരണവശാലും ജസ്പ്രീത് ബുംറയ്ക്ക് യാതൊരു കാരണവശാലും 2ാം ടെസ്റ്റിൽ റെസ്റ്റ് കൊടുക്കരുത്. അതായത് ഒന്നാം ടെസ്റ്റ് ഇന്ത്യ തോറ്റ് 1-0 പിന്നിൽ നിൽക്കുന്ന അവസ്ഥയിൽ 2ാം ടെസ്റ്റും തോൽക്കേണ്ടി വരും ജസ്പ്രീത് ബുംറയെ വെളിയിലെടുത്തിയാൽ എന്നുള്ളതാണ്. പിന്നീട് 5 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യക്ക് തിരിച്ചുവരവ് ഭയങ്കര കഠിനമായിരിക്കും. ബുംറ IPL മുമ്പിട്ട് പരിക്കിൻ്റെ പിടിയിലായിരുന്നു. IPL കുറേ മത്സരങ്ങൾ നഷ്ടമായെങ്കിലും അദ്ദേഹം തിരിച്ചു വന്ന് IPL ഭേദപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെച്ചു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെ കണക്കിലെടുത്ത് കൂടുതൽ ഇഞ്ചുറിയിലേക്ക് പോകാതെ അദ്ദേഹത്തിനെ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗൗതം ഗംഭീറും ശുഭ്മാൻ ഗില്ലും അങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. നിലവിലെ തീരുമാനമനുസരിച്ച് 1, 3, 5 അങ്ങനെ 3 ടെസ്റ്റുകളിൽ മാത്രമാണ് ജസ്പ്രീത് ബുംറയെ കളിപ്പിക്കാൻ ക്യാപ്റ്റനും കോച്ചും തമ്മിൽ ഒരു ധാരണയിലെത്തിയിരിക്കുന്നത്. പക്ഷേ രവിശാസ്ത്രി പറയുന്നത് എന്തെന്നാൽ യാതൊരു കാരണവശാലും 2ാം ടെസ്റ്റിൽ അങ്ങനൊരു തീരുമാനമെടുക്കരുത്. അതായത് ഒരു ടെസ്റ്റ് ഓൾറെഡി തോറ്റ് പിന്നിൽ നിൽക്കുന്ന ഒരു സീരീസിൽ 2ാം ടെസ്റ്റിൽ ഇന്ത്യയുടെ വിശ്വസിക്കാൻ കഴിയുന്ന ഏക ഫാസ്റ്റ് ബോളറായ ജസ്പ്രീത് ബുംറയെ വെളിയിലിരുത്തിയാൽ അത് ഇന്ത്യൻ ടീമിന് ഗുണത്തേക്കാളേറെ ദോഷമേ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. ബാക്കപ്പ് പേസറായി, അതായത് ഇന്ത്യൻ ടീമിലെ ജസ്പ്രീത് ബുംറയുടെയും മറ്റു പരിക്കുകളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഗൗതം ഗംഭീർ ഇന്ത്യൻ A ടീമിൽ ഇംഗ്ലണ്ട് പര്യടനം നടത്തിയ ഹർഷിത് റാണെ ബാക്കപ്പ് പേസറായി നിർത്തിയെങ്കിലും നിലവിൽ എല്ലാവരും ഫിറ്റാണെന്ന സാഹചര്യത്തിൽ ഇന്ന് അദ്ദേഹത്തെ തിരിച്ച് ഇന്ത്യയിലേക്ക് വിടുകയാണ്. നിലവിൽ ഇന്ത്യക്ക് ബാറ്റിങ്ങിൽ അല്ല പ്രശ്നങ്ങൾ, ബോളിങ്ങിലാണ് പ്രശ്നങ്ങൾ. ആ ഒരു സാഹചര്യത്തിൽ ബുംറയുടെ അസാന്നിധ്യത്തിൽ 2ാം ടെസ്റ്റിൽ ഒരിക്കലും ഇന്ത്യൻ ബോളിങ്ങിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. 1ാം ഇന്നിങ്സിൽ 5 വിക്കറ്റും 2ാം ഇന്നിങ്സിൽ വിക്കറ്റൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ബോളിങ്ങിൽ അദ്ദേഹം നല്ല എക്കണോമി റേറ്റിൽ തന്നെ ബോൾ ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന് സപ്പോർട്ടീവായിട്ട് നല്ലൊരു ബൗളറും ഉണ്ടായില്ല. മുഹമ്മദ് ഷമി എന്തുകൊണ്ട് ടീമിലെടുത്തില്ല എന്നുള്ളത് വളരെ ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ചോദ്യം തന്നെയാണ്. അദ്ദേഹത്തിന് ജസ്പ്രീത് ബുംറയ്ക്ക് നല്ലൊരു പാർട്ണർഷിപ്പ് നൽകാൻ കഴിയുമായിരുന്നു, നല്ലൊരു സപ്പോർട്ട് നൽകാൻ കഴിയുമായിരുന്നു. എങ്കിലും വരും മത്സരങ്ങളിൽ പ്രസിദ്ധ് കൃഷ്ണയ്ക്കും മുഹമ്മദ് സിറാജിനുമൊക്കെ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും അടുത്ത ടെസ്റ്റ് ഇന്ത്യക്ക് എന്ത് വില കൊടുത്തും വിജയിച്ചേ കഴിയൂ. അടുത്ത ടെസ്റ്റിൽ കൂടി പരാജയപ്പെട്ടാൽ 2-0 പിന്നിൽ പോയാൽ 5 മത്സര പരമ്പരയിൽ തിരിച്ചുവരവ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫ്രണ്ട്സ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താണ് ഇന്ത്യൻ ടീമിൻ്റെ ഡിസിഷൻ എന്ന്. ബൈ ഗൈസ്, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.